ഇനി ഇറാനിൽ പ്രക്ഷോഭത്തിനെതിരായ ഭരണകൂട നടപടി ഭയാനകമെന്ന UN. പ്രക്ഷോഭകരെ ഭീകരവാദികളെന്ന് വിളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും UN. മരണസംഖ്യ സ്ഥിരീകരിക്കാനാകുന്നില്ലെന്നും UN വ്യക്തമാക്കുകയാണ്. അഗസ്റ്റ് സെബാസ്റ്റ്യൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അഗസ്റ്റ്, വളരെ ഭീതിതമായ സാഹചര്യമാണ് ഇറാനിൽ ഓരോ ദിവസവും കടന്നു പോകുന്നത്. 2 ആഴ്ച പിന്നിടുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ. അപ്പോൾ UN കൂടി കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്ന് പറയുമ്പോൾ അത് അതിതീവ്രതയെ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് UN വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? സംഗീത, UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷനാണ് അല്പം മുമ്പ് വാർത്താസമ്മേളനം നടത്തിയിട്ട് ഇറാനിലെ സ്ഥിതി അതീവ ഭയാനകം എന്ന വാക്കുപയോഗിച്ചിട്ടാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഇവിടെ ആളുകൾ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കണക്കുകൾ സ്ഥിരീകരിക്കാനാവുന്നില്ല. അല്ലെങ്കിൽ അവിടെ നേരിട്ട് നമുക്കറിയാം, ജനുവരി 8 മുതൽ അവിടെ ഇൻ്റർനെറ്റ് കട്ടാണ്, ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇറാനിൽ നിന്ന് വരുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളൊക്കെ തന്നെയും വളരെ പരിമിതമാണ്. ഈ സാഹചര്യത്തിലാണ് അല്പം മുമ്പ് ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം ഒരു വലിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഏകദേശം 12,000-ഓളം ആളുകൾ 2 രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന വിവരം അവർ പുറത്തുവിടുന്നു. ഇത് അവർ വളരെ തീവ്രമായ ഡേറ്റ പരിശോധനയിലും ഏറ്റവും വിശ്വസനീയമായ സോഴ്സുകളും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇറാൻ ഇൻ്റർനാഷണൽ ഈ വിവരം പുറത്തുവിട്ടതും. അതിന് തൊട്ട് പിന്നാലെയാണ് UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ ഈ വാർത്താസമ്മേളനവും നടത്തുന്നത്. അവർ പറയുന്നു, പ്രക്ഷോഭകരെ നേരിടുന്ന ഇറാൻ ഭരണകൂടത്തിൻ്റെ നടപടി അംഗീകരിക്കാനാവില്ല. അവരെ ഭീകരവാദികളെന്ന് ചിത്രീകരിച്ച് അവർക്കെതിരായി സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അടിച്ചമർത്തൽ വലിയ തോതിലുണ്ട് എന്ന് UN സമ്മതിക്കുന്നു. ഈ നിലയ്ക്കാണ് ഇതും ഇറാൻ ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ടും കൂടി പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനിൽ കഴിഞ്ഞ ഇൻ്റർനെറ്റ് ബ്ലോക്കേഡുള്ള 8-ാം തീയതി മുതലുള്ള സ്ഥിതിവിശേഷം അതിഭയാനകമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഗീത. ശരി ആഗസ്റ്റ്, ശരി.